نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ അവന്റെ മാർഗനിർദ്ദേശങ്ങൾ കഴിയുന്നത്ര ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്തി ജീവിതം ചിട്ടപ്പെടുത്തി തഖ്വയോടുകൂടി ഈമാനോടുകൂടി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് എവരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുക. പുതിയ ഒരു അധ്യയന വർഷം തുടങ്ങാനിരിക്കുക. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുതിയ സ്കൂളിലേക്ക് അല്ലെങ്കിൽ പുതിയ ക്ലാസ്സിലേക്കൊക്കെ കടന്നു ചെല്ലാനുള്ള ആവേശത്തിലാണ്. അധ്യാപകരും സ്കൂൾ അധികൃതരും ഒക്കെ അവരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. SSLC പ്ലസ് 2 കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ രക്ഷിതാക്കളെ സംബന്ധിച്ച് ഇനി ചേരുന്ന സീറ്റിനെ പറ്റിയുള്ള അന്വേഷണവും വിചാരിച്ച സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ വിചാരിച്ച കോഴ്സിന് കിട്ടുമോ എന്ന ആശങ്കയും ഒക്കെയായി നടക്കുന്ന സമയമാണ്. ഏതായാലും പലപ്പോഴും കുട്ടികളോടൊക്കെ ചോദിച്ചാൽ എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കിട്ടുന്ന മറുപടി ഒരു നല്ല ജോലി, നല്ല ശമ്പളം എന്നതാണ് കിട്ടുന്ന മറുപടി. അപ്പൊ നല്ല പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി, അതേപോലെ തന്നെ ആ നിലക്ക് ആളുകൾക്കിടയിൽ സ്റ്റാറ്റസ് ഉള്ള ഒരു ജോബ് കരസ്ഥമാക്കുക, ഇതൊക്കെയാണ് പലപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി നമ്മൾ മനസ്സിലാക്കാറുള്ളത്. അതിന്റെ ഒരു ലക്ഷ്യം തന്നെയാണ്. എന്നാൽ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖല മാത്രമാണോ എഡ്യൂക്കേഷൻ എന്നുള്ളത്, വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും കോഴയുടെയും അഴിമതിയുടെയും ഒക്കെ വലിയ വലിയ വാർത്തകൾ കേൾക്കാറുള്ളത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട രംഗങ്ങളിലാണ്. പലപ്പോഴും പണം പാരാനുള്ള സ്ഥാപനങ്ങളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ എല്ലാ നിലക്കുമുള്ള പുരോഗതിയാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നാണ്. ഒരു മനുഷ്യനെ മനുഷ്യനാകാൻ പഠിപ്പിക്കുന്നത് എന്താണോ അതാണ് വിദ്യാഭ്യാസം എന്നാണ് വിദ്യാഭ്യാസ വിചക്ഷണരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. മനുഷ്യനെ പണക്കാരനാക്കാനല്ല, അല്ലെങ്കിൽ മനുഷ്യനെ ആളുകൾക്കിടയിൽ ഒരു ഉന്നതനാക്കുക എന്നുള്ളതല്ല, മനുഷ്യനായി അവർക്കിടയിൽ ഉന്നതനായി മാറുക, സംസ്കാരമുള്ളവനായി മാറുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി
പഴയ കാലത്തുള്ള എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തകരും പഠിപ്പിച്ചതായി കാണാൻ കഴിയും. മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം, വിജ്ഞാനത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മതത്തിന്റെ ഉടമകളാണ് നമ്മൾ. കോടിക്കണക്കിന് ജന്തുജാലങ്ങളുടെ കൂട്ടത്തിൽ ചിന്തിക്കാനും അതേപോലെ തന്നെ പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് പകരാനും പ്രസരണം ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരേ ഒരു ജീവി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനാണ്. മനുഷ്യ ചരിത്രത്തെ വിശുദ്ധ ഖുർആൻ എടുത്ത് പറഞ്ഞപ്പോൾ തന്നെ പറയുകയുണ്ടായി, മനുഷ്യന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു കുറെ കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കുറെ നാമങ്ങളും അതേപോലെ തന്നെ പ്രപഞ്ചത്തെ പറ്റിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് കണ്ട് വിസ്മയിക്കുകയാണ് ഏറ്റവും ഉന്നതരായ സൃഷ്ടികളായ മാലാഖമാർ. അവർ പറയുന്നത്, ഞങ്ങൾക്കിതൊന്നും അറിയില്ല, നീ പഠിപ്പിച്ചത് മാത്രമേ ഞങ്ങൾക്ക് അറിയുകയുള്ളൂ. ആ മനുഷ്യന്റെ മുമ്പിൽ വിസ്മയിച്ചുകൊണ്ട് സാഷ്ടാംഗം ചെയ്യുകയാണ് മലക്കുകൾ. ആദം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതിനെ പറ്റി, വിജ്ഞാനം നൽകിയതിനെ പറ്റി വിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്നു. നമുക്കറിയാം, ഖുർആൻ ഇറങ്ങിയത് ആദ്യമായി അവതരിച്ച വചനം തന്നെ ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു ആരാധന നിർവഹിക്കാനല്ല ആദ്യം തന്നെ അള്ളാഹുവിന്റെ ആഹ്വാനം, വായിക്കാനാണ്, പഠിക്കാനാണ്, മനസ്സിലാക്കാനാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വിശ്വാസം ഉൾക്കൊള്ളണമെങ്കിൽ, ആരാധന ഒരു അനുഷ്ഠാനം ഉൾക്കൊള്ളണമെങ്കിൽ അടിസ്ഥാനപരമായി അതിനെപ്പറ്റിയുള്ള വിവരം ഉണ്ടാകണം. മറ്റത് വെറും ഒരു അനുകരണം മാത്രമാണ്. കാര്യങ്ങൾ പഠിക്കാത്ത രൂപത്തിൽ ഒരാൾ നമസ്കരിക്കുന്നു, കാര്യങ്ങൾ പഠിക്കാതെ ഒരാൾ മറ്റു ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതല്ല വേണ്ടത്. പഠിക്കണം. എങ്ങനെയാണ് പഠിക്കേണ്ടത്? നിന്റെ റബ്ബിന്റെ നാമത്തിലാണ്. പലപ്പോഴും ഇതിനെ ഒരു ഉപരിപ്ലവമായ രൂപത്തിൽ, ഒരു ഫിഖ്ഹിയായ മസ്അലയായി ആ ബിസ്മി ചൊല്ലിക്കൊണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞത്. ഖുർആൻ കുറച്ചും കൂടി ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടാ പറഞ്ഞത്. നിന്റെ റബ്ബിന്റെ നാമത്തിൽ, നിന്നെ സൃഷ്ടിച്ച, നിന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ റബ്ബ്, നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കണം. ഈ വായിക്കുന്ന ഓരോരുത്തരും അവരവരുടെ റബ്ബിനെയാണ് കണ്ടെത്തുന്നത്. എന്നിട്ട് പിന്നീട് പറയാണ്, അല്ലദീ ഖലഖ, ഈ അണ്ടഘടാഹങ്ങളെല്ലാം പടച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആ റബ്ബിനെ ആയിരിക്കണം, ആ റബ്ബിന്റെ നാമത്തിലായിരിക്കണം വായിക്കേണ്ടത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ആ രക്തക്കട്ടയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച ആ റബ്ബിന്റെ നാമത്തിലായിരിക്കണം. എന്നുള്ളതല്ല ഖുർആൻ പറയുന്നത്. അള്ളാഹുവിനെ കാര്യമായി അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ആ റബ്ബിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വായന തുടങ്ങണമെന്ന്. ഇത് മാത്രമല്ല, നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് അത്യുദാരനാണ്. റബ്ബിന്റെ ഉദാരത അറിയാൻ, റബ്ബിന്റെ കാരുണ്യം അറിയാൻ, ഓരോ മനുഷ്യനും അല്ലാഹു ഇവിടെ കഴിഞ്ഞിട്ടുള്ള നിഅമത്തുകളെ മുഴുവൻ അറിയാൻ ആ റബ്ബിനെ വായിച്ചു മനസ്സിലാക്കുക. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനായ. അത് വിജ്ഞാനത്തിന്റെ മറ്റൊരു ഭാഗമാണ്. വായിക്കുക എന്നുള്ളത് അതിന്റെ പ്രഥമ ഘട്ടം. എന്നിട്ട് അത് മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാനുള്ള, മറ്റുള്ളവരിലേക്ക് ആ വിജ്ഞാനം എത്തിക്കാനുള്ള ഘടകമാണ് പേന. ആ പേന ഉപയോഗിക്കാൻ പഠിപ്പിച്ച ആ അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക എന്ന്. ഇപ്പൊ വായനയെയും എഴുത്തിനെയും ഇതിനെ രണ്ടിനെയും കൂട്ടി വിശുദ്ധ ഖുർആൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു വേദഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. വായിക്കുക, പഠിക്കുക എന്ന് പറഞ്ഞ് ആരംഭിച്ച ഒരേ ഒരു വേദഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഖുർആനിന്റെ ഒരുപാട് ആയത്തുകൾ വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകുന്നത് കാണാൻ കഴിയും. അപ്പൊ വായന ആഴത്തിലുള്ള വായനയാണ്, പ്രപഞ്ചത്തെ പഠിച്ചുകൊണ്ടുള്ള വായനയാണ്. അതേപോലെ തന്നെ അവരുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കൊണ്ടുള്ള വായനയാണ്. അങ്ങനെ ഇവിടുത്തെ പ്രപഞ്ചത്തെ മനസ്സിലാക്കി, അതിലെ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കി, അവരുടെ ചുറ്റും നോക്കി വിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഭൂമിയെ പറ്റി ചിന്തിക്കാത്തത്? എന്തുകൊണ്ടാണ് ആകാശത്തെ പറ്റി ചിന്തിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി പഠിക്കാത്തത്? അങ്ങനെ പഠിക്കാൻ വേണ്ടി നിരന്തരം ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഖുർആൻ. മറ്റൊരായത്തിൽ ചോദിക്കുന്നുണ്ട്, ഖുൽ, പ്രവാചക പറയൂ, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ഒരിക്കലും ആവുകയില്ല. വിജ്ഞാനം നേടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നതരാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട്, ഒരു ഇൽമ് അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പുറപ്പെട്ടാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന്. ഇവിടെ ഇൽമ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ആ അറബി പദം കേൾക്കുമ്പോൾ വിചാരിക്കും കിതാബ് ഓതലാണ് ഇൽമ് എന്ന്. അത് നമുക്ക് വന്നിട്ടുള്ള ഒരു അപാകതയാണ്, നമുക്കിടയിലുണ്ടായ ഒരു വിഭജനമാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ വിജ്ഞാനത്തെയുമാണ് അവിടെ ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പലപ്പോഴും ഇൽമ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമാ. പ്രവാചകന്മാരെ പറ്റി പറഞ്ഞപ്പോൾ പറയുകയുണ്ടായിട്ടുണ്ട്, ആ പ്രവാചകന്മാർക്കെല്ലാം ഇൽമ് നൽകി, പലർക്കും അധികാരം നൽകി. ഏതാണ് ഇൽമ്? നൂഹ് നബി അലൈഹി ഇസ്ലാമിന് കപ്പൽ ഉണ്ടാക്കാനുള്ള എഞ്ചിനീയറിംഗ് ഉണ്ടല്ലോ, അത് ഇൽമാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് പടച്ചട്ടയും വലിയ വലിയ പാത്രങ്ങൾ ഉണ്ടാക്കാനുള്ള ആ കരവിരുതിനെ ഇൽമ് എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സ്വപ്ന വ്യാഖ്യാനത്തെ പറ്റിയും ഇൽമ് എന്നാണ് പറഞ്ഞത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഏറ്റവും വലിയൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു എന്നറിയാൻ, ഒരു ഏറ്റവും വലിയ എക്കണോമിസ്റ്റ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത്, ആ ഭരണം, ഈജിപ്തിന്റെ ഭരണം എന്നെ ഏൽപ്പിക്കൂ, പട്ടിണിയിൽ നിന്ന് ഞാൻ അവരെ മോചിപ്പിക്കാം. അങ്ങനെ ആ ഈജിപ്തിനെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കുന്ന രൂപത്തിൽ ഭരണം നടത്താനുള്ള വിജ്ഞാനം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്നു. ആ സാമ്പത്തിക ശാസ്ത്രത്തെയും ഇൽമ് എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഇങ്ങനെ പ്രവാചകന്മാർക്ക് നൽകിയ ഇൽമിന്റെ ആ വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. അതെല്ലാം ഖുർആൻ ഉപയോഗിച്ചത് ഇൽമ് എന്നാണ്. അപ്പൊ അറബിയിൽ ഇൽമ് എന്ന് പറയുമ്പോൾ ശാസ്ത്രം എന്ന് തന്നെയാണ് അർത്ഥം. ആലിം എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞൻ എന്നുള്ള അർത്ഥമുണ്ട്. അല്ലാതെ ഭൗതിക വിജ്ഞാനം നേടാത്ത അല്ലെങ്കിൽ മതവിജ്ഞാനം മാത്രം നേടിയ ഒരു ആത്മീയമായ പണ്ഡിതനെ മാത്രമല്ല ആലിം എന്ന് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഉപയോഗിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലക്ക് ആളുകളെ നിരന്തരമായി വിജ്ഞാനത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയുമായിരുന്നു. ഉപദേശം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒരു സമൂഹത്തെ ഉയർത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ആ സഹാബത്തിൽപ്പെട്ട ഓരോരുത്തരോടും പഠിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ഒരു ബുദ്ധിമാനായ ഒരു കുട്ടിയുടെ കഥ പറയപ്പെടുന്നുണ്ട്. പ്രവാചകൻ ആ കുട്ടിയെ പരീക്ഷിക്കാണ്. അങ്ങനെ ആ കുട്ടിക്ക് കുറച്ച് ആയത്തുകളാണ് ഓതി കൊടുത്തു. അതേ ആയത്തുകൾ തിരിച്ച് ആ കുട്ടിയെ അതേ സമയം തന്നെ പാരായണം ചെയ്ത് കൊടുത്തപ്പോ പ്രവാചകൻ ആ കുട്ടിയോട് പറയുന്നുണ്ട്, നീ സുരിയാനി ഭാഷ പഠിക്കണം. സുരിയാനി ഭാഷ എന്ന് പറഞ്ഞാൽ അതൊരു സംസ്കാരത്തിന്റെ ഭാഷയാണ്. സുരിയാനി ഭാഷ പഠിക്കണം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഇങ്ങനെ പ്രവാചകൻ അവസരം കിട്ടിയപ്പോഴൊക്കെ മദീനയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക്, നിരക്ഷരരായ ആളുകൾക്ക് അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത് ബദറിൽ നിന്ന് പിടിക്കപ്പെട്ട ആളുകളെയാണ്. നമുക്കറിയാലോ, ബദർ യുദ്ധം കഴിഞ്ഞതിൽ തടവുകാരായി പിടിക്കപ്പെട്ട ആളുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തിയത് എങ്ങനെ? മുസ്ലിങ്ങളായ മദീനയിലുള്ള മുസ്ലിങ്ങളായ 10 ആളുകളെ ഓരോരുത്തരും അക്ഷരം പഠിപ്പിക്കുക. അങ്ങനെ വിദ്യാഭ്യാസമുള്ളവരാക്കി തീർത്താൽ അവർക്ക് മോചനം നൽകാമെന്ന്. അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വിജ്ഞാനത്തിന് വേണ്ടി നിരന്തരമായുള്ള പ്രേരണ. ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആൻ ചിന്തിക്കാനും പഠിക്കാനും, ആകാശങ്ങളിലേക്ക് നോക്കാൻ, ഒട്ടകത്തെ നോക്കാൻ, അതേപോലെ തന്നെ പർവ്വതങ്ങളെ പറ്റി പഠിക്കാൻ, അങ്ങനെ ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള നിരന്തരമായ ഖുർആനിന്റെ ആഹ്വാനം. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രവാചകന്റെ കാലശേഷം അമവി കാലഘട്ടവും അബ്ബാസി കാലഘട്ടവും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, വിജ്ഞാനത്തിന്റെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു. ബാഗ്ദാദിലും കൊർദോവയിലും ഒക്കെ വലിയ വലിയ പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞരും ഫിലോസഫി അതേപോലെ തന്നെ തത്വചിന്തകന്മാരും ഒക്കെ ഉയർന്നു വന്നതായി കാണാൻ സാധിക്കും. ഇപ്പൊ വൈദ്യശാസ്ത്രം, അമവി കാലഘട്ടത്തിലും ഹാറൂൻ റഷീദിന്റെയും അതേപോലെ തന്നെ മഹ്മൂദിന്റെയും ഒക്കെ ഖലീഫമാരായിരുന്ന കാലഘട്ടത്തിൽ എടുത്തു നോക്കിയാൽ അന്നത്തെ അറബിക് യൂണിവേഴ്സിറ്റികളിൽ, മുസ്ലിം യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിരുന്ന ഒരു മേഖല മെഡിസിൻ ആയിരുന്നു എന്ന് കാണാൻ കഴിയും. വൈദ്യശാസ്ത്രം. ആ കൂട്ടത്തിൽ വലിയ വലിയ ഡോക്ടർമാർ, വിശ്വകന്മാരുണ്ടായിരുന്നു, സർജന്മാരുണ്ടായിരുന്നു. ഇബ്നു സീനയെ പോലുള്ള, അതേപോലെ തന്നെ അബൂബക്കർ റാസിയെ പോലുള്ള ആളുകളൊക്കെ അതിൽ ഉന്നതന്മാരാണ്. ഇന്നും പാരീസ് യൂണിവേഴ്സിറ്റിയിൽ
സ്കൂൾ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന അതിന്റെ കവാടത്തിൽ നോക്കിയാൽ 2 ഛായാചിത്രങ്ങൾ ഉയർന്നു നിൽക്കുന്നതായി കാണാൻ കഴിയും. വലിയ ചിത്രങ്ങൾ. ആ ചിത്രങ്ങളെ ആരുടേതാണ്? ഒന്ന് ഇബ്നു സീനയുടേതാണ്. അവിസന്ന എന്ന യൂറോപ്യൻ പേര് പറയാം. മറ്റൊന്ന് അബൂബക്കർ റാസിയുടേതാണ്. ഇവരുടെ ഈ ഗ്രന്ഥങ്ങൾ അൽ ഹാബി എന്ന് പറയുന്ന ഗ്രന്ഥവും അതേപോലെ തന്നെ അൽ ഖാനൂൻ ഫി തിബ് എന്ന് പറയുന്ന ഗ്രന്ഥവും ഇന്ന് യൂറോപ്യൻ ഭാഷകളിലേക്കൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ട് ഒഴിമാറ്റം ചെയ്തിട്ട് ഇന്നും മെഡിക്കൽ സയൻസിന്റെ റഫറൻസ് ഗ്രന്ഥമായി പാശ്ചാത്യർ പോലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അന്നത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് മതപഠനത്തെയും ഈ ഭൗതിക പഠനത്തെയും 2ആക്കി മാറ്റിയില്ല. ഈ പണ്ഡിതന്മാരൊക്കെ എടുത്തു നോക്കിയാൽ അവർ ആദ്യം ഖുർആൻ മനപ്പാടാക്കണം, അതേപോലെ തന്നെ മതപരമായ എല്ലാ വിജ്ഞാനവും കരസ്ഥമാക്കണം. അതോടൊപ്പം ഗോളശാസ്ത്രത്തെ പറ്റിയും വൈദ്യശാസ്ത്രത്തെ പറ്റിയും ഒക്കെ അഗാധമായ പാണ്ഡിത്യം നേടുകയാണ്. ഇങ്ങനെ എല്ലാം കൂടി സംയുക്തമായ രൂപത്തിലുള്ള പഠനം നടത്തിയ പണ്ഡിതന്മാരായിരുന്നു ഇവരെന്ന് കാണാൻ കഴിയും. ജാബിർ ബിൻ ഹയ്യാൻ എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ അധികായകനായി അറിയപ്പെടുന്ന കെമിസ്ട്രിയുടെ പിതാവ് എന്ന രൂപത്തിൽ അറിയപ്പെടുന്ന ആളാണ് ജാബിർ ബിൻ ഹയ്യാൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നത് എന്ന് കാണാൻ കഴിയും. ഗോളശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ അതേപോലെ വളരെ ഉന്നതിയിലായിരുന്നു. അതിന്റെ ഒരു കാരണമുണ്ട്. കാരണം ഗ്രീക്ക് ശാസ്ത്രജ്ഞന്മാരായിരുന്നല്ലോ ഗോളശാസ്ത്രത്തിൽ ഉന്നതരായി ഉണ്ടായിരുന്നത്. ആ ഗ്രീക്ക് ഗ്രന്ഥങ്ങൾ മുഴുവനും അറബിയിലേക്ക് വഴിമാറ്റം ചെയ്യുകയും അങ്ങനെ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് അത് അറബിയിലേക്ക് മാറ്റിയതോടുകൂടി മുസ്ലിങ്ങൾ എല്ലാവരും ഗോളശാസ്ത്രത്തെ പറ്റി അതീവമായ താല്പര്യം കാണിച്ച് പഠിക്കാൻ തുടങ്ങുകയും ചെയ്തതാണ്. ഇവരിൽ നിന്നാണ് പിന്നെ യൂറോപ്പിൽ ഇങ്ങനെ പഠിക്കുന്നത് അറബികളിലൂടെ. ഇപ്പൊ വൈദ്യശാസ്ത്രം ഇങ്ങനെയൊക്കെ പുരോഗമിച്ച ഈ കാലഘട്ടങ്ങൾ ഞാൻ പറഞ്ഞില്ല, ബാഗ്ദാദിലും കൊർഡോവയിലും ഒക്കെ ഇങ്ങനെ പുരോഗതി പ്രാപിച്ചു എന്ന്. ആ കാലഘട്ടങ്ങളിൽ യൂറോപ്പ് ഇരുട്ടിൽ തപ്പുകയായിരുന്നു. ഏഷ്യയിലും ഇങ്ങനെ ഒരു പുരോഗതി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അറബികളിൽ നിന്നാണ് ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ ഈ വിജ്ഞാനങ്ങളൊക്കെ പകർന്നു പോകുന്നത് എന്ന് കാണാൻ കഴിയും. ചരിത്രം അതിന് സാക്ഷിയാണ്. നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട് റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചത് 1905. യഥാർത്ഥത്തിൽ അബ്ബാസ് ബിൻ ഫിർനാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് പറക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നിന്ന് അലം യറൗ ഇല ത്വയ്രി സ്വാഫാത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷികൾ പറക്കുന്നത് കണ്ടിട്ടില്ലേ എന്ന് പറയുന്ന അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പഠനം നടത്തുകയും കൊർഡോവ പള്ളിക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് മനുഷ്യനും പറക്കാൻ കഴിയും എന്ന് അയാൾ പഠിപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹം ശ്രമം നടത്തുകയും ചെയ്തു എന്നാണ് ചർച്ചകളൊക്കെ വെച്ചിട്ട്. ഇദ്ദേഹത്തിന്റെ ഈ പഠനത്തിന്റെ ചുവട് പിടിച്ചാണ് റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുന്നതിലേക്ക് എത്തിയത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്നത്. ഗോളശാസ്ത്രത്തിലും അതേപോലെ തന്നെ ഇങ്ങനെ വ്യത്യസ്തമായ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ ഇതേ രൂപത്തിൽ വ്യത്യസ്തമായ സംഭാവനകൾ അർപ്പിച്ച ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാരെ കാണാൻ കഴിയും. ഇബ്നു സീനയെ പറ്റി പറയുന്നത് വൈദ്യശാസ്ത്രജ്ഞരുടെ പിതാവ് എന്നാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങളാണ് അശ്ശിഫാ എന്ന് പറയുന്നത്, അൽ ഖാനൂൻ ഫി തിബ് എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥങ്ങളാണ് ഇന്നും വൈദ്യശാസ്ത്രത്തിന്റെ റഫറൻസുകളായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതായാലും അക്കാലത്തുണ്ടായിരുന്ന ആ വിദ്യാഭ്യാസ പുരോഗതി പിന്നീട് മുസ്ലിങ്ങളിൽ നിന്ന് എങ്ങനെയോ കൈമോശം വന്നു പോവുകയും ഭൗതിക വിദ്യാഭ്യാസത്തിൽ നിന്ന് പിന്മാറിപ്പോവുകയും ചെയ്ത ഒരു കാലഘട്ടം നമുക്കിടയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല, ശുദ്ധമായ മലയാളം പറയാൻ പാടില്ല എന്ന് വരെ പത്തുകൾ നടക്കുന്ന ഒരു അധപ്പതനത്തിലേക്ക് മുസ്ലിങ്ങൾ എത്തിയിരുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതല്ല. പ്രവാചകൻ എല്ലാ വിജ്ഞാനത്തിലേക്കും ആളുകളെ ക്ഷണിക്കുകയും എന്നിട്ട് അത് മുഖേന അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞത് പടച്ചവനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന വിജ്ഞാനങ്ങളാണ് എല്ലാം. പ്രപഞ്ചത്തെ പറ്റി പഠിക്കുമ്പോൾ, ആകാശത്തേക്ക് നോക്കുമ്പോൾ, നക്ഷത്രങ്ങളെ പറ്റി പഠിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് മനസ്സിലേക്ക് കടന്നു വരണം. മനുഷ്യന്റെ അനാട്ടമി പഠിക്കുമ്പോൾ, മനുഷ്യ ശരീരത്തെ പറ്റി ഇഴകീറി മുറിച്ച് പഠിക്കുമ്പോൾ തീർച്ചയായും ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച അല്ലാഹു അക്ബർ എന്ന് വരണം. മനുഷ്യന്റെ മനസ്സിനെ പറ്റി പഠിക്കുമ്പോൾ ആ മനസ്സിൽ നിന്ന് അല്ലാഹുവോടുള്ള നേട്ടം ഉണ്ടാകണം. ആ നിലയ്ക്കുള്ള വിജ്ഞാനം കരസ്ഥമാക്കാൻ ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നു.
ഇന്ന് വിജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ വിജ്ഞാനം ഒന്ന് വേറെയും മതപരമായ വിജ്ഞാനം ഒന്ന് വേറെയും ആക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അധപ്പതനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം ഒരിക്കലും വേർതിരിച്ചിട്ടില്ല. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, പണം കായ്ക്കുന്ന മരമായി മക്കളെ വളർത്തിയെടുക്കലാണ് വിദ്യാഭ്യാസം എന്ന് തെറ്റിദ്ധരിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ എങ്ങനെ സാമൂഹിക തലം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തെ സ്നേഹിക്കുന്ന രൂപത്തിൽ ആ മനുഷ്യർക്ക് നേതൃത്വം നൽകുന്ന, അവർക്ക് നല്ല മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനാക്കി വളർത്താൻ പറ്റുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസം, അതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കുക. ഏതായാലും കുട്ടികളെ യന്ത്രങ്ങളാക്കി മാറ്റുന്നതിന് പകരം മനുഷ്യരുമായി ബന്ധമുള്ള രൂപത്തിലുള്ള വിദ്യാഭ്യാസം അത് നൽകിയില്ല എങ്കിൽ തീർച്ചയായും ഈ വിദ്യാഭ്യാസം ആളുകൾ പേടിക്കുന്ന ഒന്നായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് പകരല്ലേ, ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വിദ്യാസമ്പന്നനാണ്. പക്ഷെ ഡോക്ടറെ പറ്റി ഇന്ന് സമൂഹം പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ചൂഷണം ചെയ്യോ, ഏത് രൂപത്തിലാണ് അയാൾ പൈസ വാങ്ങാം എന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അയാൾ കോഴ വാങ്ങുമോ, ആ എഞ്ചിനീയർ ഉണ്ടാക്കിയ റോഡിലൂടെ ഓടാൻ പറ്റുമോ എന്ന് പേടിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ നമ്മൾ അനുഭവമാണ്. അങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിലേക്ക് വിദ്യാഭ്യാസത്തെയും വിദ്യാസമ്പന്നരെയും ഒക്കെ ആക്കി തീർത്തിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇതല്ല യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസമെന്നും മൂല്യത്തിൽ അധിഷ്ഠിതമായ സംസ്കാര സമ്പന്നമായ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നുള്ളതും ആളുകളെ പഠിപ്പിക്കുകയും അതിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രാഥമികമായ വിദ്യാഭ്യാസം പോലും പലപ്പോഴും മതവിദ്യാഭ്യാസം എന്നുള്ള നിലയ്ക്ക് നമ്മൾ നൽകാൻ പലപ്പോഴും നമ്മൾ വഴി കാണിക്കുന്നതാണ്. കുട്ടികൾക്ക് സമയം ഉണ്ടാവില്ല. സ്കൂളിന് സമയം കുറയുമെന്ന് വിചാരിച്ച് മദ്രസ ഒഴിവാക്കിയ ആൾക്കാർ ചെറുപ്പം മുതലേ സ്കൂളിലേക്ക് പഠനത്തിന് വേണ്ടി ഇങ്ങനെ വിട്ട് ആ കുട്ടിയെ ഉന്നതനാക്കി മാറ്റിയാലുണ്ടാകുന്ന അവസ്ഥ എന്താ? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നാളെ പരലോകത്ത് അവർ വിളിച്ചു പറയുമെന്നാണ്, എന്നെ ഈ രൂപത്തിൽ വഴി കഴപ്പിച്ച് എന്റെ മാതാപിതാക്കൾ ഒന്ന് കാണിച്ചു തരൂ, അവരെന്റെ കാലിന്റെ ചുവട്ടിലാക്കി ഞാൻ അവരെ ചവിട്ടി മരിക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥ വരുമെന്ന് ഖുർആന്റെ ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞത് അത് മാതാപിതാക്കളെ പറ്റിയാണ്. ഉമ്മയും പാപ്പായും ചൂണ്ടിയിട്ട് ഉമ്മയും പാപ്പയുമാണ് എന്നെ ഈ രൂപത്തിലാക്കി തീർത്തത്. അതായത് മതമറിയാത്ത, റബ്ബിനറിയാത്ത, മനുഷ്യരറിയാത്ത ആളുകളാക്കി അവരെ മാറ്റി തീർത്ത് അവസാനം അവർ ഈ മാതാപിതാക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടാകുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നാളെ പരലോകത്തുള്ള നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ വിലാപം, وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير. നരകത്തിൽ കിടക്കുന്ന ആൾക്കാർ പറയുമെന്നാണ്, ലൗ കുന്നാ നഅഖിലു ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേൾക്കേണ്ട രൂപത്തിൽ കാര്യങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട രൂപത്തിൽ കാര്യങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, ഈ നരകത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുമായിരുന്നില്ല, ഈ നരകക്കാരിൽ ഞങ്ങൾ പെടുമായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കേണ്ട രൂപത്തിൽ കേൾക്കേണ്ടത് മാത്രം ഞങ്ങൾ കേൾക്കുകയും അങ്ങനെ നല്ല രൂപത്തിലേക്ക് ഞങ്ങളുടെ കേൾവിയെ തിരിച്ചുവിടുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കുകയും അങ്ങനെ നല്ല രൂപത്തിൽ ഞങ്ങളുടെ ചിന്തയെ തിരിച്ചുവിടുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ നരകത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമായിരുന്നില്ല, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്ന് വിരമിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ റബ്ബിനെ അറിയാത്ത, പ്രപഞ്ചത്തെ അറിയാത്ത, ദീനെന്നറിയാത്ത അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസം നൽകിയാൽ പലപ്പോഴും ഈ ഒരു വിരാമമായിരിക്കും നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മൾ നാളെ പരലോകത്ത് നടത്തുക എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാഹുവിനെ മനസ്സിലാക്കാൻ പറ്റുന്ന മൂല്യാധിഷ്ഠിതമായ സംസ്കാര സമ്പന്നമായ അതേപോലെ തന്നെ ആളുകൾക്കിടയിൽ നല്ല രൂപത്തിൽ പെരുമാറാനും അവർക്കിടയിൽ നേതൃത്വം നൽകാനും ഒക്കെ പറ്റുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസം നൽകിയില്ല എങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഖേദിക്കുന്നവരുടെ രൂപത്തിൽ നാളെ ഉൾപ്പെടും എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം അപകടങ്ങളിൽ ഒഴിവാക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം, മോറൽ സ്റ്റഡി, അതേപോലെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഒക്കെ നൽകാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതിന്റെ കൂട്ടത്തിൽ ഇതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിന്റെ കൽപ്പനകൾ അവന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി പരമാവധി വിശ്വാസം നിലനിർത്തി മുത്തഖീകളായി ജീവിക്കാൻ ശ്രദ്ധിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പള്ളിയോടനുബന്ധിച്ച് ഇസ്ലാമിക് ക്യാമ്പസിൽ മതപഠനത്തിനും അതേപോലെ തന്നെ നല്ല രൂപത്തിലുള്ള വിദ്യാഭ്യാസം നൽകാനും ഒക്കെയുള്ള മദ്രസ ഇവിടെ നടക്കുന്നുണ്ട്. കുട്ടികളുടെ സൗകര്യത്തിന് വേണ്ടി ഒഴിവ് ദിവസങ്ങളിലാണ് ആ മദ്രസ നടക്കുന്നത്. നമ്മൾ ഇവിടെ ചേർക്കണം എന്നുള്ള അർത്ഥത്തിലല്ല, എവിടെയാണെങ്കിലും നമ്മുടെ കുട്ടികളെ ബോധമുള്ളവരാക്കി, മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ മനസ്സിലാക്കുന്നവരാക്കി, ഖുർആൻ വായിക്കുന്നവരാക്കി, ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നവരാക്കി അവരെ ഉയർത്തേണ്ടതുണ്ട്, വളർത്തേണ്ടതുണ്ട്. ഇതൊരു മദ്രസ കാലത്ത് മാത്രമല്ല, മദ്രസ കഴിഞ്ഞാലും ഇത്തരം സംരംഭങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടാനുള്ള ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. അതേപോലെ തന്നെ മറ്റു സംവിധാനങ്ങളൊക്കെ പരമാവധി അവര് ഈ സാംസ്കാരികമായ ബോധം അവരുണ്ടാക്കിയില്ല എങ്കിൽ ഇന്ന് വിദ്യാർത്ഥി സമൂഹം അനുഭവിക്കുന്ന അധപ്പതനത്തിലേക്ക് നമ്മുടെ മക്കൾ വിട്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ധാർമ്മികമായ വിദ്യാഭ്യാസം ഏത് നിലക്കാണെങ്കിലും നമുക്ക് നൽകാൻ ശ്രദ്ധിക്കാം. ചെറിയ മക്കൾക്ക് പഠിക്കാൻ ഇവിടെ അവസരമുണ്ട്. ഒഴിവ് ദിവസങ്ങളിലാണ് ക്ലാസ് നടക്കുന്നത്. അതേപോലെ തന്നെ മറ്റു ദിവസങ്ങളിൽ ഓൺലൈനായിട്ട് ക്ലാസ് നടക്കുന്നുണ്ട്. അതുമായൊക്കെ ചേർന്ന് നിൽക്കാനും കുട്ടികളെ അതുമായി ബന്ധപ്പെടുത്താനും ഒക്കെ പരമാവധി ശ്രദ്ധിക്കുക. ബലിപെരുന്നാളിന്റെ ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായി പരിശുദ്ധ ഇസ്ലാം ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ ആ 10 രാവുകൾ, 10 ദിനങ്ങൾ എന്ന് പറഞ്ഞത് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലുള്ള ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ആ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫിഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ, അമൽ ചെയ്താൽ, സൽക്കർമ്മം ചെയ്താൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുകയും അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും, ഫഅക്സിറൂ ഫീഹിന്ന മിനൽ തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. ദുൽഹജ്ജ് മാസം 1 മുതൽ 10 വരെയുള്ള ആ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വചനം, വത്തക്ബീർ, അല്ലാഹു അക്ബർ എന്നുള്ളത്, വത്തഹ്മീദ്, അൽഹംദുലില്ലാഹ് എന്നുള്ളത്. അപ്പോൾ അല്ലാഹുവിനെ പ്രകീർത്തിക്കുകയും അല്ലാഹുവിനെ വാഴ്ത്തുകയും ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങളായി ഈ സമയത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി പ്രതിഫലം നേടാൻ ശ്രദ്ധിച്ചിരിക്കണം. ഇത് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജ് 9 നോമ്പിനെ പറ്റി വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിക്കുകയുണ്ടായി. റസൂലിനോട് ചോദിക്കുന്നുണ്ട് അൻ സൗമി അറഫ, അറഫ ദിവസത്തെ പറ്റി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് യുകഫിറു സനത്തൽ മാളിയ വൽ ബാഖിയ, കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ഒക്കെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വരെ അത് കാരണമായി തീരുമെന്ന് റസൂലുള്ള പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ആ ഒരു നോമ്പോട് കൂടി പിന്നെ എന്ത് തെറ്റ് ചെയ്താലും അത് അള്ളാഹു പരിഗണിക്കുകയില്ല, അതൊന്നും അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന അർത്ഥത്തിലല്ല. ഈ ഒരു ബോധത്തോടു കൂടി കർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വൻ പാപങ്ങളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങളിൽ നിന്നുള്ള തെറ്റായ വലിയ വലിയ പാപങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ അവന്റെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ആ ഒരു ബോധത്തോടു കൂടി ദുൽഹജ്ജ് 9 അറഫ നോമ്പ്, അതായത് ആളുകൾ അറഫയിൽ സമ്മേളിക്കുന്ന സമയത്ത് അവരോടുള്ള ഒരു ഐക്യദാർഢ്യവും ആ ഒരു ബന്ധവും സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി അറഫ നോമ്പ് നോക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അറഫയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നോമ്പില്ല, നമ്മെ സംബന്ധിച്ചിടത്തോളമാണ് നോമ്പ് നിൽക്കേണ്ടത് എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഊഹിയത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ആ 1 മുതൽ ആ ഉള്ളിയത്ത് അടക്കുന്ന ദിവസം വരെ നഖവും മുടിയും ഒക്കെ എടുക്കാതിരിക്കുക. അപ്പൊ അതിനു വേണ്ടി മാനസികമായുള്ള തയ്യാറെടുപ്പ് ഇങ്ങനെ അറിവ് നടത്തുന്നത് വരെയും തുടർന്നുകൊണ്ടിരിക്കുക. അത് സുന്നത്താണ് എന്നുള്ള നിലക്ക് പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. സ്കൂളുകളൊക്കെ തുറക്കാൻ പോകുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പാവപ്പെട്ടവരായ വീടുകളിൽ നിന്നുള്ള കുട്ടികൾ പഠനോപകരണങ്ങൾ വാങ്ങാൻ കഴിവില്ലാതെ അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടി ഈ ആണ് ഇത് എന്നുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് പരമാവധി ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മിൽ നിന്ന് ഉണ്ടാകുന്ന ചെറിയ ചെറിയ നന്മകൾ വലിയ നന്മകളായി പ്രത്യേകിച്ച് ഈ സമയത്ത് അള്ളാഹു സ്വീകരിക്കും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും അപാകതകളും പോരായ്മകളും ഒക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഗസയിൽ ഫലസ്തീനിൽ ആ കുട്ടികളൊക്കെ പട്ടിണിയോട് മല്ലിട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമാണ് കഴിയുക. അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി ആ കുട്ടികൾക്ക് വേണ്ടി ആ കുട്ടികളുടെ ഉമ്മമാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനുള്ള അവസരം നാം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അവർക്ക് എല്ലാ തരത്തിലുള്ള സഹായം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മർദ്ദിത സമൂഹത്തെ അള്ളാഹു എല്ലാ നിലക്കും കരുത്തും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവരുടെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.